ദുൽഖർ സൽമാൻ പ്രസൻസ് അത് തന്നെയാണ് ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ക്വാളിറ്റി. ഒരു മലയാള സിനിമയാണോ കണ്ടത് നമ്മൾ ഞെട്ടിപ്പോവും. മലയാള സിനിമയുടെ തലവരെ മാറ്റിക്കളഞ്ഞു. ഇതുപോലത്തെ ഒരു പടം മലയാളത്തിൽ ഇതുപോലത്തെ ഒരു പടം വന്നിട്ടില്ല. ആ റേഞ്ചിലാണ് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയാം. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ മേക്കിംഗ് ആണെങ്കിലും കല്യാണമാണെങ്കിലും എല്ലാവരും ഓണം 100% തൂക്കി. കൂടെ വന്ന പടങ്ങളോ നാളെ ഇറങ്ങാൻ പോണ പടങ്ങളോ ഒന്നും പറയില്ല, 100% പടം തൂക്കി. ലാലേട്ടൻ്റെ പടങ്ങളും ഉണ്ട്, അതൊരു ഫാമിലി പടമാണ്. പക്ഷേ ഇത് ഒരു അവൻ ചെയ്ത സത്യത്തൊക്കെ പോലെ കാണൂല, അതുപോലത്തെ ഒരു മൾട്ടിവേഴ്സ് പടമാണ്. മലയാളത്തിൽ ഇതുപോലത്തെ ഒരു പടം ഇല്ല. 100% പടം വേറെ ലെവലാണ്. മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. സെറ്റ് പടമാണ്, സൂപ്പർ പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അത് ഇച്ചിരി മിത്തോളജി അങ്ങനത്തെ അത് സ്പോയിൽ ചെയ്യുന്നില്ല. അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഓണം തൂക്കിയെന്നതിന് എന്തോ നല്ല പെർഫോമൻസ് ആയിരുന്നു. ലൈക്ക് കല്യാണിയുടെ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നസ്ലിനും ചന്തു സലീം കുമാറും ഒരു സൈഡിൽ നിന്ന് നല്ല പെർഫോമൻസ് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ കല്യാണി നല്ലൊരു മിക്സ്, നല്ലൊരു ബ്ലെൻഡാണ്. ഇങ്ങനത്തെ ഒരു സിനിമ മുമ്പ് മലയാളത്തിൽ വന്നിട്ടില്ല. കംപ്ലീറ്റ് ഒരു ഫ്രഷ് ഫീൽ തരുന്നൊരു പടം. സെറ്റ് പടം, ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു. കിഡിലം പടം എനിക്ക് അതൊന്നും പറയലേ വിഷയം. ഇതിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത കുറേ സാധനങ്ങളുണ്ട്. യൂത്തിന് മാത്രമെന്നല്ല, ഈ സൂപ്പർ ഹീറോ സബ്ജക്റ്റ് ഇഷ്ടപ്പെടണ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കിണ്ണം പടം ഓണം തൂക്കി ലാലേട്ടന് കാണണം. കിണ്ണം പടം വെച്ചാൽ കിണ്ണം പടം, സൂപ്പർ സിനിമ. ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് എൻ്റെ പൊന്ന് എന്തോ സാധനമോ പടച്ചു വിട്ടേക്കണം. എല്ലാവരും ഫസ്റ്റ് തന്നെ ഓണം ഇത് തൂക്കും കേട്ടോ, ഉറപ്പാണ്. ഓണം ഇത് തന്നെ തൂക്കും കേട്ടോ, ഉറപ്പ്. ഇത് തൂക്കി എൻ്റെ പൊന്നു. സെക്കൻഡ് ഹാഫ് ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റിൽ നിന്ന് പടത്തിനൊരു എലിവേഷൻ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കുറേ സാധനങ്ങളുണ്ട് പടത്തിൽ. ഫസ്റ്റ് ഹാഫും പിടിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലാണ് പോണത്. അപ്പം നമ്മളാണെങ്കിൽ കുറച്ച് ലാഗ് അടിക്കുന്നത് കഴിക്കുമ്പോൾ ചന്തു ഉണ്ടല്ലോ, ചന്തുവിൻ്റെ കുറച്ച് കോമഡിയും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് അങ്ങ് പോകും. സെക്കൻഡ് ഹാഫ് ഒരു പോയിന്റ് വെച്ചൊരു എലിവേഷൻ, കുറേ ക്യാമിയോസിൻ്റെ ഒരു കാനവും കൂടെ കാണിച്ചിട്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി വൻ വെയിറ്റിംഗ്. മിന്നൽ മുരളിയെ സത്യം പറഞ്ഞാൽ ഈ കൽക്കീരിയൊക്കെ ഒരു ഫീലാണ് ഈ പടത്തിൽ നിന്ന് കിട്ടിയത്. മലയാളത്തിൽ ഇതുപോലത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല. ഒരു സൂപ്പർ ഹീറോ പടത്തിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു മേക്കിംഗ് സ്റ്റൈൽ, VFX ആയാലും ആർട്ട് വർക്കൊക്കെ കിടിലം. അതായത് ഒരു വേൾഡ് ബിൽഡിങ് അതിൽ തന്നെ ഉണ്ട്. അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്.